കോളേജ് ഹോസ്റ്റലിലെ 25ഓളം വിദ്യാർത്ഥികൾക്ക് ഛർദിയും വയറിളക്കവും ബാധിച്ചതിനെ തുടർന്ന് എറണാകുളം തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് താൽക്കാലികമായി അടച്ചു. കോളേജ് ക്യാമ്പസിലെ ജലസംഭരണിയിലെ വെള്ളത്തിൽ നിന്നുള്ള അണുബാധയെന്നാണ് സംശയം. സിബി ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിബി, ഇപ്പോൾ കോളേജ് താൽക്കാലികമായി അടച്ചിടേണ്ട സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ അവസ്ഥ? ജിൽസി, ഈ മാസം 25 വരെയാണ് തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജ് അടച്ചിരിക്കുന്നത്. അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു അണുബാധ ഉണ്ടായത്. 25ഓളം വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ അണുബാധ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. വയറിളക്കവും ഛർദിയെ തുടർന്ന് ഈ 25ഓളം വിദ്യാർത്ഥികൾ, അതിൽ കൂടുതലും ഭൂരിഭാഗവും പെൺകുട്ടികളാണ്. അവരുടെയാണ് ആരോഗ്യനില ഇത്തരത്തിൽ മോശമായത്. എന്തായാലും അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എങ്കിലും അവിടെ ശുചിത്വമില്ലാത്തൊരു സാഹചര്യമായിരുന്നു ആ ഹോസ്റ്റൽ ഉൾപ്പെടെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടുത്തെ ജലസംഭരണിയിൽ നിന്നുള്ള വെള്ളം, ആ വെള്ളം ശുചിത്വം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വെള്ളത്തിൽ നിന്നാകാം ഈ അണുബാധ ഉണ്ടായതെന്നുള്ളതാണ് ഒരു നിഗമനം. എന്തായാലും വെള്ളത്തിന്റെ സാമ്പിൾ ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. പരീക്ഷയുള്ള കുട്ടികളെ മാത്രം നിലനിർത്തി ബാക്കിയുള്ള എല്ലാവരെയും വീടുകളിലേക്ക് ഇപ്പോൾ മടക്കി അയച്ചിട്ടുണ്ട്. ഇനി 25-ാം തീയതി മാത്രമേ ഈ ഒരു ആയുർവേദ ക്യാമ്പസ് തുറക്കുകയുള്ളൂ. ഇപ്പോൾ ശുചീകരണ പ്രവൃത്തികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, കൊച്ചി നഗരത്തിലാകമാനം ഈ കുടിവെള്ളത്തിൽ അണുബാധയുണ്ട്, അല്ലെങ്കിൽ കുടിവെള്ളത്തിൽ ഈ കോളി അടക്കമുള്ള സാന്നിധ്യം സ്ഥിരീകരിച്ചതൊക്കെ വളരെ ഗുരുതരമായ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ജല അതോറിറ്റിയുടെ വാട്ടർ പൈപ്പുകളിൽ പോലും ഈ കോളി ബാക്ടീരിയ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പിൾ ശേഖരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും 2-3 ദിവസങ്ങളിലായി തട്ടുകടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യ വിഭാഗവും പോലീസും അതോടൊപ്പം തന്നെ മറ്റ് ഫുഡ് സേഫ്റ്റി എല്ലാം സംയുക്തമായി പരിശോധന തുടരുകയാണ്. ജില്ലയിൽ ഒരു ഷിഗല്ല സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷിഗല്ല രോഗി കഴിഞ്ഞ ആഴ്ച അവർ സുഖപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ സാമ്പിൾ ഫലം പുറത്തു വരുമ്പോൾ ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡെങ്കിപ്പനിയും എലിപ്പനിയും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി ജില്ലയിലുണ്ട്. ഇന്നിപ്പോൾ ഈ ആയുർവേദ ആശുപത്രിയിൽ ചേർന്നുള്ള ഈ ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിലെ ഈ വെള്ളത്തിൽ മലിനമായ വെള്ളമാണെന്ന് കണ്ടെത്തിയെ തുടർന്ന് അവിടെ ശുചീകരണ പ്രവൃത്തികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ജിൽസി. ശരി.